ആ മാരണത്തെ പറഞ്ഞയച്ചിട്ട് വേഗം ചെന്ന് ഞാൻ വിരിച്ച വലയിൽ ചെന്ന് ചാട്. ഒന്ന് വേഗം ആവട്ടെ. ആ പെണ്ണ് പോയി കഴിഞ്ഞാ പിന്നെ എല്ലാം പൊളിഞ്ഞു. എന്നാ ഞാൻ കൂടി ചെല്ലട്ടെ. അയ്യോ അതല്ല, പിന്നെ എനിക്കിപ്പോഴും സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനും മഹിസാറും ഇപ്പോൾ ബന്ധുക്കളായി. സ്നേഹം എന്താണെന്ന് എന്നെ അറിയിച്ച ആൾക്ക് ആ സ്നേഹം അനുഭവിച്ചപ്പോ ഒരു രാജകുമാരിയെ പോലെയായിരുന്നു ഞാൻ. ഇന്ന് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് സ്വന്തം തീരുമാനമല്ല, രമാ മാഡത്തിന്റെ തീരുമാനമാണെന്ന് എനിക്കറിയാം. എന്തൊക്കെയായാലും ആ തീരുമാനമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. ഞാനിപ്പോ ഐശ്വര്യ മാഡത്തിന്റെ മുറി വൃത്തിയാക്കാൻ വരും. ദയവ് ചെയ്ത് അവിടേക്കൊന്ന് വരാവോ? ഞാൻ നിങ്ങളെ കാത്തിരിക്കും. ഇന്ന് സ്വന്തം ചിന്നു, ഐ ലവ് യു. ഈശ്വര, ഇപ്പോഴെനിക്ക് സമാധാനമായത്. എന്റെ ചിന്നു എന്നോട് സംസാരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇനി എന്റെ മനസ്സിലെ വിഷമങ്ങൾ എനിക്ക് ഇറക്കി വയ്ക്കാം. ചിന്നുവിനും എന്നെ ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ ഭാവി എനിക്ക് അവളോട് പറയാം. ഇനി ഞങ്ങളുടെ ബന്ധത്തിനിടയിൽ അമ്മയെന്നല്ല ആരും കടന്നു വരാൻ ഞാൻ അനുവദിക്കില്ല. ഇനിയൊരു സെക്കൻഡ് പോലും പാഴാക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഏട്ടൻ്റെ മുറിയിലേക്ക് പോകണം. ചിന്നുനെ കാണണം. മനസ്സ് തുറന്ന് എനിക്കൊന്ന് സംസാരിക്കണം. സാർ, ഒരു മിനിറ്റ്. നാശം. ഇവനൊരു കാര്യം പറയാൻ കണ്ട നേരം. ഇവൻ മഹിയോട് സംസാരിച്ചു നിൽക്കുന്ന സമയം ചിന്നു എന്റെ മുറി ക്ലീൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയാ എന്റെ പദ്ധതി എല്ലാം പൊളിയും. ഈ നാശത്തിന് എങ്ങനെ ഇപ്പൊ അവിടെ നിന്ന് ഓടിക്ക? എന്തു പറ്റി നിശാന്ത്?
എന്നോടെന്തോ പറയാണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അത്? ആദ്യമായിട്ട് എനിക്ക് സാറിനോട് നന്ദി പറയണം. നന്ദിയോ? എന്തിന്? നമ്മുടെ കോളേജിൽ സാറിനെ എനിക്ക് മാത്രമല്ലേ അളിയാന്ന് വിളിക്കാൻ പറ്റൂ. കോന്തന്റെ ഒരു വളിച്ച തമാശ. ഇവിടെ മനുഷ്യൻ ശ്വാസം മുട്ടി നിൽക്കുമ്പോഴാ ഇവനൊരു വളിപ്പൻ, അവന്റെ ഒരു തമാശ. ദാറ്റ്സ് എ ഗുഡ് വൺ. സാറും എൻ്റെ പെങ്ങളുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നതാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള സ്റ്റൈൽ ഡിഫറൻസ് ഒരു പ്രശ്നമാവുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. ശരിക്കും ആ പേടി എനിക്ക് ഇന്ന് മാറി. ആ, നിശാന്ത് അങ്ങനെ പേടിച്ചിരുന്നല്ലേ? എനിക്കും അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. എന്തായാലും നിശാന്ത് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ താഴേക്ക് വരാം, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ആ മാരണത്തെ പറഞ്ഞയച്ചിട്ട് വേഗം ചെന്ന് ഞാൻ വിരിച്ച വലയിൽ ചെന്ന് ചാട്. ഒന്ന് വേഗം ആവട്ടെ. ആ പെണ്ണ് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പൊളിഞ്ഞു. എന്നാ ഞാൻ കൂടി ചെല്ലട്ടെ. അയ്യോ, അതല്ല, പിന്നെ എനിക്കിപ്പോഴും സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനും മഹിസാർ ഇപ്പോൾ ബന്ധുക്കളായി. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാളാണ് മഹിസാർ. അയ്യോ, സാറല്ല, അളിയൻ. എന്നാ ഞാൻ പക്ഷേ അളിയനൊന്നും ആലോചിച്ച് പേടിക്കണ്ട. ഞാനൊരിക്കലും കോളേജിൽ വെച്ച് അളിയനെ അളിയാന്ന് വിളിക്കില്ല. കോളേജിൽ വെച്ച് ഞാൻ സാറേന്ന് മാത്രമേ വിളിക്കൂ. അതുകൊണ്ട് ഞാൻ ഓവർ ഫ്രീഡം എടുക്കുമെന്നുള്ള പേടിയൊന്നും അളിയന് വേണ്ട. അങ്ങനെ ഒരു പേടി എനിക്കില്ല നിശാന്ത്. നിശാന്ത് നല്ല ഡിസിപ്ലിനായ ഒരു സ്റ്റുഡൻ്റാണ്. സത്യം പറഞ്ഞാൽ ദക്ഷയുടെയും നിശാന്തിൻ്റെയും സ്വഭാവം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. യു സെഡ് ഇറ്റ്. ഞാൻ അച്ഛൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ജനിച്ച മകനാ. അതിൻ്റെ ഒരു ഡിസിപ്ലിനും മാന്യത എനിക്കുണ്ട്. പക്ഷേ ദക്ഷ ജനിച്ചത് അച്ഛൻ പൊളിറ്റിക്സിൽ ഷൈൻ ചെയ്ത് തുടങ്ങിയതിന് പിന്നെയാണ്. അതിൻ്റേതായ കുറച്ച് എടുത്തുചാട്ടവും ദേഷ്യവും അവൾക്കുണ്ട്. പക്ഷേ അളിയനതൊന്നും പ്രശ്നമാക്കരുത്. അളിയനെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. അളിയൻ പറഞ്ഞാൽ പിന്നെ അവൾ ഡിസിപ്ലിനായിട്ട് അങ്ങ് നിന്നോളും.